അടുത്ത ഡിറ്റർമിനേഷൻ ഓഫ് ക്ലോറൈഡ് ആണ്. അപ്പോൾ ഇതും ഒരു ടൈട്രേഷൻ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ബ്ലാങ്കും ചെയ്യണം, സാമ്പിളും ചെയ്യണം, രണ്ടെണ്ണം ചെയ്യണം. രണ്ടും നമ്മൾ 25 ml ആണ് എടുക്കുക. അപ്പോൾ അത് നമ്മൾ ബ്ലാങ്ക് ചെയ്യാൻ വിചാരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ 25 ml നമ്മൾ കോണിക്കൽ ഫ്ലാസ്ക് ടൈട്രേഷന് വേണ്ടിയല്ലേ യൂസ് ചെയ്യണം. കോണിക്കൽ ഫ്ലാസ്ക് ആണ് നോർമലി നമ്മൾ ടൈട്രേഷൻ യൂസ് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് എന്താണ് 25 ml നമ്മൾ ബ്ലാങ്ക് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ബ്ലാങ്ക് സാധാ ഡിസ്റ്റിൽ വാട്ടർ ആണ്. ഇപ്പോൾ 25 ml വാട്ടർ എടുത്തു. ഇവിടെ ടൈറ്റൻ്റെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ എടുത്തിട്ടുണ്ടല്ലോ, ബ്ലാങ്കിന് വേണ്ടിയിട്ട് ഡിസ്റ്റിൽ വാട്ടർ ബ്ലാങ്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഡിസ്റ്റിൽ വാട്ടർ നമ്മൾ 25 ml എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ml പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു യെല്ലോ കളറാവും. ഇത് നമ്മൾ ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ സിൽവർ നൈട്രേറ്റ് ഉണ്ട് ടൈറ്റനായിട്ട്. ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ യെല്ലോ കളർ എന്നുള്ളതൊരു റെഡിഷ് യെല്ലോ, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു യെല്ലോ. അപ്പോൾ അവിടെ നോട്ട് ചെയ്യുക, അത് നിർത്തുക. അതാണ് നമ്മുടെ ബ്ലാങ്കിൻ്റെ വോളിയം. ഇനി ഈ സെയിം സാധനം തന്നെ സാമ്പിൾ യൂസ് ചെയ്യുക. അതായത് ബ്ലാങ്കിൻ്റെ ഡിസ്റ്റിൽ വാട്ടറിന് പകരം 25 ml സാമ്പിൾ യൂസ് ചെയ്യുക. 1 ml പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുക. യെല്ലോ ആവും. യെല്ലോ കഴിഞ്ഞാൽ നമ്മൾ ടൈട്രേഷൻ ചെയ്യുക. റെഡിഷ് യെല്ലോ ആവും. അത് നോട്ട് ചെയ്യുക. കഴിഞ്ഞു.